ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളിവിടെ നെയ്ച്ചോറും അതേപോലെ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അടുപ്പത്ത് നമ്മൾ ചെമ്പ് കയറ്റി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറുവപ്പട്ട, ജാതിക്ക, ഏലക്ക, ഗ്രാമ്പു, അതേപോലെ മുന്തിരി, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒഴികെ ബാക്കി സ്പൈസസ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്തു. 200 ഗ്രാം നെയ്യാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 3 കിലോ നെയ്ച്ചോറിൻ്റെ അരി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് കഴുകി വെച്ച നെയ്ച്ചോറിൻ്റെ അരി എല്ലാം തന്നെ നമ്മൾ തുടച്ച് അതിനകത്ത് ഇടുന്നു. ഇതാ ഈ പരുവത്തിൽ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിവിടെ 3 ടീസ്പൂൺ ഉപ്പ് യൂസ് ചെയ്തു. അരി വെള്ളം പറ്റാൻ പാകത്തിന് നന്നായി തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ചെമ്പ് മൂടി വെച്ച് തീ നന്നായി കുറച്ച് മുകളിൽ ഇച്ചിരി കനലും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നെയ്ച്ചോറ് വേവാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം നല്ല പാകത്തിന് തന്നെ നെയ്ച്ചോറ് വെന്ത് കിട്ടിയിരിക്കുന്നു. അതിനുശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തെടുക്കുന്നു. അതേപോലെ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തത് അതും നെയ്യിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നമ്മൾ നമ്മുടെ വെന്ത നെയ്ച്ചോറിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതാ നല്ല കാണാൻ തന്നെ ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇതാ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനാവശ്യമായ തക്കാളി, പച്ചമുളക്, ഉള്ളി എന്നിവ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നല്ല കട്ട് ചെയ്ത് വെച്ചു. ഇതാ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിന് വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യമുണ്ട്. അതേപോലെ തന്നെ തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ബ്രൗൺ നിറത്തിൽ തേങ്ങ എണ്ണയിൽ വറുത്തെടുത്തു. കൂടെ കരിയാമ്പലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉള്ളി നല്ല കടു വറുത്ത് വാട്ടിയെടുക്കുന്നു. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളക് അതേപോലെ തക്കാളി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതാ ഇങ്ങനെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം അതിൽ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഇളക്കിയെടുക്കണം. ഇതാ നന്നായി വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന എത്രത്തോളം വഴറ്റുന്നു അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് കൂടുക. ഇവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല ഇട്ടത്, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് പുരട്ടി വെച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇളക്കിയ ചിക്കനിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കേണ്ടതുണ്ട്. ഇതാ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചതിലേക്ക് നമ്മൾ ആ തേങ്ങ വറുത്തത് അരച്ചത് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുന്നു. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമുക്കിവിടെ കറി കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതാ നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വിളമ്പിയെടുക്കാൻ പാകത്തിൽ തന്നെ നമ്മുടെ നെയ്ച്ചോറും അതേപോലെ വറുത്തരച്ച ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഇടണേ.